എന്താ ഈ പെണ്ണും കാണിക്കുന്നത്? ബുദ്ധിയില്ലേ, അറിവില്ലേ? എന്റെ തുണി അഴിക്കുന്നു. ഈ പണ്ടാരം തള്ളയ്ക്ക് നാണമില്ലേ? നമസ്കാരം, ഞാൻ സജി, ചാഞ്ചക്കുളം ബെഡ്ഷീറ്റ്. അയ്യോ കടവുളേ, എന്റെ തുണി അഴിക്കാതെ ചേച്ചി. ഈ ചേച്ചിക്ക് കണ്ണു കാണത്തില്ല. അയ്യോ മിഥുനമായ എന്നെ തുണിയില്ലാതെ കിടത്തുന്നത്. ഓ എല്ലാം അഴിച്ചോ? ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് നാണാകുന്നു. എടി പണ്ടാര കിളവി, ആ പിള്ളേരുടെയെങ്കിലും ഉടുപ്പഴിക്കാതെ വയസ്സൊക്കെ വന്ന പിള്ളേര്. പോക്സോ കേസ് നിന്നെ ഞാൻ അകത്താക്കും. എന്റെ കടവുളേ, എനിക്കൊന്നും കാണാൻ വയ്യേ. ആകെ 2 കയ്യേ ഉള്ളു. അത് താഴെ പൊത്തി പിടിക്കണോ മേലെ പിടിക്കണോ? അതോ ആ പിള്ളേരെ കാപ്പാത്തണോ? ആ രാവണൻ ചേട്ടൻ മാതിരിയോ ലക്ഷ്മി ചേച്ചി മാതിരിയോ ഒക്കെ ഒത്തിരി കൈകൾ ഉണ്ടായിരുന്നെങ്കിൽ. കസ്മലി കണ്ണീ ചോരയില്ലാത്തവര്, നീ ഞങ്ങളുടെ തുണി അഴിച്ചു അല്ലേ? ഓ അത് ശരി, അലക്കാനായിരുന്നോ? നേരത്തെ പറയത്തില്ലായിരുന്നു. എന്താ ഒരു വീർപ്പ് നാട്ടം. ഒരാഴ്ചയായിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാ ഞങ്ങൾക്ക് ഒരു ഉടുപ്പ് വാങ്ങുന്നത്? നിങ്ങളൊക്കെ എന്നാ പിശുക്കാ കാണിക്കുന്നത്? എന്റെ ദൈവമേ, ഇന്നെങ്ങാനും മഴ വന്ന എന്റെ മാനം കപ്പലേറുമോ? ആ ഹോർമൂസ് കടലൊക്കെ ഇല്ലയോ? എന്തോന്നാ? ഓ ആ കുന്തം, അത് അടച്ചിട്ടത് നന്നായി. എന്റെ ഇറാമുത്തപ്പ, നന്ദി. എന്റെ മഹാദേവോ, അല്ല ആ തമിഴ്നാട്ടിലില്ലേ ആ തൃച്ചിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു സ്ഥലമില്ലയോ? ഒരു കടലിന്റെ അടുത്തും ഒരു കടൽക്കരയൊക്കെ ആയിട്ട് ഒരമ്മച്ചിയില്ലയോ? ഓ എന്തോന്നാ? ആ വേളാങ്കണ്ണി മാതാവ്. ഇപ്പോഴാണ് ഓർത്തത്. ചേച്ചിക്ക് അവിടെ ഒന്ന് പോകാൻ ഭയങ്കര ആഗ്രഹമാണെന്നേ. പക്ഷെ സാറ് സമ്മതിക്കത്തില്ല. സാറങ്ങനെയാ. അമ്മ ഹിന്ദുക്ക പള്ളിയിൽ പോകാൻ പാടില്ല. അതൊക്കെയാ ചേച്ചി സാറിന്റെ വിചാരം. പക്ഷെ ചേച്ചി ഉണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് എന്റെ നെഞ്ചത്ത് വന്ന് കിടന്ന് എങ്ങനെയാ സാറിനെ ഒന്ന് സോപ്പിടാ എന്ന് വിചാരിക്കും. അത് പോട്ടെ, ഞാൻ എന്റെ കാര്യം അങ്ങ് മറന്നുപോയി. ഞാൻ ഇങ്ങനെയാണെന്നേ. ആരുടെയെങ്കിലും സങ്കടം കണ്ട അതിൽ അലിഞ്ഞങ്ങ് പോകും. അപ്പൊ വേളാങ്കണ്ണി മാതാവേ, എന്നെ ഈ നാണക്കേടിൽ നിന്ന് കരകയറ്റണമേ. മഴ വരരുതേ. മഴ വന്നാൽ ഇന്ന് മൊത്തം തുണിയില്ലാതെ കിടക്കണം. ദൈവമേ, ഞങ്ങൾക്കൊരു ഉടുപ്പ് വർഷത്തിലെങ്കിലും ഒന്ന് വാങ്ങിത്തരാം അല്ലേ? ഓരോരുത്തരൊക്കെ ഓൺലൈനിൽ അസറിയാതെയും അറിഞ്ഞും എന്തേരെ കുപ്പായ വാങ്ങണം. ഒന്നും വേണ്ട, ഒരു 6 മാസമായ കൊച്ചിന് പോലും പാമ്പേഴ്സ് നൈറ്റി എന്ന് പറഞ്ഞ എത്ര രൂപ ചെലവാക്കും? ആ കൊച്ചി ഇച്ചിരി ആപ്പിട്ടാലോ മൂത്രം ഒഴിച്ചാലോ എന്താ ഒരു പ്രശ്നം? ഞങ്ങളുടെ ഉടുപ്പൊക്കെ ഇല്ലേ പഴയതാകുമ്പോൾ അത് വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നേ. ഇപ്പോൾ അല്ലെങ്കിൽ എവിടെയാ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത്? ഞങ്ങളുടെ നെഞ്ചത്തേക്ക് അങ്ങ് കയറി കിടക്കും. എന്നിട്ട് ഒരാൾ അങ്ങോട്ട് തിരിഞ്ഞ് ഒരാൾ ഇങ്ങോട്ട് തിരിഞ്ഞൊരു കിടപ്പ. രാത്രിയായ എന്തെല്ലാം കാണണം ഞങ്ങൾക്ക്. എന്റെ കൃഷ്ണ, എന്തിനും അവരെ ഇവരെയൊക്കെ പറയുന്നു. ഇവിടുത്തെ ചേച്ചി രാവിലെ 8 മണിയാകുമ്പോ സാറിന് 4 ഇഡലി ഇച്ചിരി ചട്നി ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരു മൊബൈലും എടുത്ത് എന്റെ നെഞ്ചത്ത് കയറും. പാവം സാറ് ഒരു ലാപ്ടോപ്പ് നോക്കി മൂലയിൽ പോയിരിക്കും. ചേച്ചി യൂട്യൂബ് ഫുള്ള് അങ്ങോട്ട് അരിച്ചു പിറക്കും. ഇതിനാണെന്നോ ഈ പെണ്ണുങ്ങളിടത്തില്ലേ ഒരു കുപ്പായം? എന്തോന്നാ പേര്? കത്തിയോ? ഓ കുർത്തി. ഏത് ബ്ലോഗാണ് വിലക്കുറവ്? എവിടെയാണ് ട്രെൻഡിങ് ഡ്രസ്? എവിടെയാണ് നല്ല ഭംഗിയുള്ളത്? എവിടെയാണ് നല്ല കളറ്? ഫ്രീ ഷിപ്പിംഗ്? ഇങ്ങനെ വേണ്ട കണ്ടതും കൊണ്ടതും എല്ലാം യൂട്യൂബ് ഫുള്ള 2-3 മണിക്കൂർ തോണ്ടും. ചേച്ചിക്ക് തങ്കത്ത് കല്ല് വെച്ചത്, മുത്ത്, കണ്ണാടി ഇങ്ങനെയൊന്നും ഉള്ളതൊന്നും ഇഷ്ടമില്ലെന്നേ. ഇപ്പൊ ട്രെൻഡിങ്ങിലല്ലേ ഒരു പൂവോ എന്തോ അതാണ്ടോ ഇങ്ങനെയൊക്കെ സൂചി നൂലൊക്കെ കോർത്ത് എന്തോന്നാ ഫെബ്രുവരിയോ? ആ
എംബ്രോയിഡറി അങ്ങനെ എന്തോന്നാണ് ആ ചേച്ചി ഇഷ്ടം. ഈ കുർത്തിയൊക്കെ ഇട്ട് കഴുത്തിൽ ഒരു തുണി ഇടത്തില്ലേ, അതിന്റെ പേരെന്താ, എന്തോന്നാ? ദുപ്പട്ട അതിടാതെ സാറ് ചേച്ചി പുറത്തു വിടത്തില്ലെന്നേ. ചേച്ചി നോക്കുന്നുണ്ട് ഈ കൈ രണ്ടിലും എംബ്രോയിഡറി ഉള്ളത്, പിന്നെ താഴെ പൂവില്ലേ, എന്തോന്നാ താമനയോ പുഷ്പോ, ദാമനേരിയ, അവിടെ എംബ്രോയിഡറി ഉള്ളത്. പിന്നെ ഈ പാമ്പ് പോലെ വളഞ്ഞൊന്നില്ലേ, ഓ എന്റെ അമ്മ ഇതിന്റെയൊക്കെ പേരാ കഷ്ടം. സ്കാലപ്പ് ഡിസൈൻ ഒക്കെ ആ ചേച്ചി നോക്കുന്നത്. പിന്നെ ചേച്ചി ഈ സ്ട്രൈറ്റ് കട്ട് ഏലൈൻ കുർത്തിയൊക്കെ ഇടത്തുള്ളന്നേ. അങ്ങനെയൊന്നും അല്ല, ചേച്ചിക്ക് വയസ്സായി, ഒന്നും ചേർത്തില്ല. ഞങ്ങൾക്കൊരു കുപ്പായം വാങ്ങാൻ ആരുടെ കയ്യിലും കാശില്ല. അതെങ്ങനെയാ? ലോൺ എടുത്ത് എല്ലാവരും മണിമാളികയെ താഴെയും മുകളിലും 10 റൂമും ആയിട്ട് ഒരു വീടങ്ങ് ഉണ്ടാക്കും. ആ വീട്ടിലാണ് ഒരു 2 വയസ്സുള്ള ഒരു മോനും 1 വയസ്സുള്ള ഒരു മോളും ആയിരിക്കും. ചേട്ടനും ചേച്ചിയും ചിന്തിക്കുന്നത്, അയ്യോ നമ്മുടെ മോന് കല്യാണമായ അവന്റെ അമ്മായിയമ്മ വന്ന അമ്മായിയച്ഛൻ വന്ന ഒരു റൂം, മോക്ക് കല്യാണമായ അവന്റെ അമ്മായിയച്ഛൻ വന്ന അമ്മായിയമ്മ വന്ന ഒരു റൂം, പിന്നെ ചേച്ചി ചേട്ടനും പിണങ്ങിയ ഒരു റൂം, പിന്നെ ചേച്ചിയുടെ അമ്മച്ചി അച്ഛനും വന്ന ഒരു റൂം, ചേട്ടന്റെ അമ്മയും അച്ഛനും വന്ന ഒരു റൂം, പിന്നെ ഗസ്റ്റ്, ഫ്രണ്ട്സ്, പട്ടിക്ക്, ഇങ്ങനെ റൂമിന്റെ എണ്ണം അങ്ങനെ നീണ്ടു പോകത്തേ ഉള്ളു. ഇതിലൊക്കെ ഞങ്ങൾ വേണ്ടേ? അവരുടെ പത്രാസും പൊങ്ങച്ചും എല്ലാം കാണിക്കാൻ ആ വണ്ണമുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അയ്യോ എന്റെ പേരെന്താ, രാജാവോ മന്ത്രിയോ, കിങ് സൈസ് അതേ വാങ്ങത്തുള്ളൂ. അതിനൊക്കെ ഒരു ഉടുപ്പ് വാങ്ങണമെങ്കിൽ 1000 രൂപ വേണം. അതേ ആ ചെറുതില്ലേ, ആ ക്ഷീണിച്ചു ഒളിക്കുച്ചി മാതിരി ഇരിക്കുന്ന മിങ്കിളോ, സിംഗിള് അതാണെങ്കിൽ ഒരു 100 രൂപ 150 രൂപയ്ക്ക് ഒരു ഉടുപ്പ് കിട്ടും. ഞങ്ങളുടെ മാനവും രക്ഷിക്കാമായിരുന്നു. പിന്നെ മാസം വീടിന്റെ ലോണ്, ഫർണിച്ചർ, EMI ഒക്കെ കെട്ടി വരുമ്പോൾ ആരുടെ കയ്യിൽ കാശില്ല. അങ്ങനെ വിഷു വന്നാലും സംക്രാന്തി വന്നാലും ഞങ്ങൾക്കൊരു ഉടുപ്പില്ല. അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്ന മാതിരി ഒരു വീട് വെച്ചാൽ ഓണത്തിനൊരു ഉടുപ്പ്, വിനായക ചതുർത്ഥി, പിന്നെ ഒന്നുണ്ടല്ലോ ഈ പള്ളിക്കൂടത്തിൽ പോകുന്ന പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിശേഷം, എന്തോന്നാ ആദ്യ രാത്രിയാ, നവരാത്രി. ഈ ഇടയായിട്ട് ഭയങ്കര മറവിയാണെന്നേ. വയസ്സായി എന്നാ തോന്നുന്നു. ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് 24 വർഷമായി. പാവം ചേച്ചി എന്നെ തൂക്കി പോടാതെ ഭദ്രമായിട്ട് ഒരു പൊടി പോലും പറ്റാതെ പൊന്നുപോലെ നോക്കുന്നേ. പിന്നെ ചേച്ചിയുടെ ആ മൂത്ത മോനുണ്ടല്ലോ, ഡോക്ടർ ബാംഗ്ലൂരിന്ന് വന്ന എനിക്ക് ലൂസാന്ന് പറഞ്ഞ് ചുറ്റി കിടത്ത് എന്റെ കൈയും കാലും ഇടിക്കും. അതൊഴിച്ചാൽ എനിക്ക് അവിടെ പരമ സുഖം. എന്നെ പോലെ 2 കൂടി ഉണ്ട് അവിടെ. പക്ഷെ സാറിന് എന്നെ ഭയങ്കര ഇഷ്ടം. എന്റെ നെഞ്ചത്ത് കിടന്നാലേ നടുവേദന എടുക്കത്തില്ല അത്ര. എനിക്ക് ഒരു കുഴപ്പമില്ല. സാറും ചേച്ചിയും പിന്നെ എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലാന്നേ. ചേച്ചിയുടെ 2ാമത്തെ മോനുണ്ടല്ലോ, സൂപ്പറായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും. അവനുണ്ടല്ലോ വേണ്ട നെഞ്ചത്തിരുന്ന് ഫോൺ ചെയ്യുക ആർക്കൊക്കെയോ, അങ്ങനെ കേട്ട് പഠിച്ചതാ. പിന്നെ ചേച്ചി സാറ് സ്ലിം അല്ലേ, നോ വെയിറ്റ്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഈ നവരാത്രിക്ക് ഒരു ഡ്രസ്സ്, ദീപാവലിക്ക്, ക്രിസ്മസിന്, പൊങ്കല്, ഹോളി, ശിവരാത്രി, ഈദ്, വിഷു, എന്തേരം ഉടുപ്പുകളാ കിട്ടുന്നത്. ഓർക്കുമ്പോ തന്നെ കുളിര് കൂടെ എന്തോരു സുഖമാ. ആ തൈക്കളവ് വരുന്നുണ്ട്. മൂട് പോയി കാലം മടത്തി. നീ എന്നെ നട്ടയാക്കി, ദുഷ്ടാക്കി. ചേച്ചി എനിക്ക് പുതിയ ഉടുപ്പിടിക്കാൻ വന്നതാണല്ലേ. സോറി ചേച്ചി, ഞാൻ തെറ്റിദ്ധരിച്ചു. ചേച്ചി രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, തുണി അലക്കി, വീട്
വീട് ക്ലീൻ ചെയ്ത്. ഹോ, എന്തേരം ജോലിയാ. ഇത്ര തിരക്കിന് ചേച്ചി എന്നെ മറന്നില്ലല്ലോ. എന്റെ മാനം മറക്കാൻ ചേച്ചിയുടെ തങ്ക മനസ്സാണെന്നേ. ഇടയ്ക്കൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കും, മിണ്ടാതിരിക്കും. സങ്കടം വന്നാൽ എന്റെ നെഞ്ചത്തങ്ങ് വന്ന് കിടക്കും, എന്തൊക്കെയോ പുലമ്പും. അത്രയുള്ള ചേച്ചി. പക്ഷെ ചേച്ചിയെ ആരെങ്കിലും പറ്റിച്ചാലുണ്ടല്ലോ, അവരെ പ്രാഗി കുടുംബം കുളം തോണ്ടും. ഇനി ചേച്ചിയാ ഈ വീട്ടിലെ റാണി. ഞങ്ങളുടെ ചേച്ചിയെ ഒത്തിരി നാളായി ചിന്തിക്കുന്നു, സ്വന്തമായിട്ടൊരു വരുമാനം വേണമെന്ന്. സാറ് എല്ലാം വാങ്ങിയൊക്കെ കൊടുക്കും. എന്നാലും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടുമ്പോൾ ഇഷ്ടം പോലെ വാങ്ങണം. അതാ ചേച്ചിയുടെ വയസ്സായില്ലേ ഓരോ ആഗ്രഹങ്ങളൊക്കെ. അങ്ങനെ ചേച്ചിയെ യൂട്യൂബിൽ ഒരു ബെഡ്ഷീറ്റ് കച്ചവടം തുടങ്ങി. പക്ഷെ ഒരുത്തനും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ ഓണത്തിന് സതീശൻ സാറേ, പെണ്ണുങ്ങൾക്കെല്ലാം 1000 രൂപ കൊടുക്കാമോ? എന്തിനാണെന്നോ എല്ലാവരും ചേച്ചിയുടെ കയ്യിൽ നിന്ന് ബെഡ്ഷീറ്റ് വാങ്ങി. ഞങ്ങൾക്കൊരു ഓണക്കോടി വേണ്ടേ? ചേച്ചി ഈ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മാത്രം എന്നും പുതിയ ഉടുപ്പ് കിട്ടും. എല്ലാവർക്കും വേണ്ടേ പുതിയ കുപ്പായം? അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ ചാഞ്ചക്കം ബെഡ്ഷീറ്റ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഇൻസ്റ്റാ ഫോളോ ചെയ്യൂ. ഇതാണ് ഇന്നത്തെ ബെഡ്ഷീറ്റ്. ഇഷ്ടപ്പെട്ട സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ.